ഇന്ദ്രനെയും ചന്ദ്രനെയും കൂസാത്ത ഒരു കാലം 2022 ജൂൺ 13 കൃത്യം 4 വർഷം മുൻപ്. കറുത്ത ഈച്ചയെ പോലും അന്നത്തെ മുഖ്യമന്ത്രിയുടെ അടുപ്പിക്കാത്ത സുരക്ഷ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പിണറായി വിജയന്റെ യാത്ര, ഒപ്പം ഇ.പി. ജയരാജനും. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടി എഴുന്നേറ്റു, മുദ്രാവാക്യം വിളിച്ചു. പിന്നെ ഒരു വശത്ത് ഇ.പിയും, മറുവശത്ത് ഇന്ന് സസ്പെൻഷനിൽ തുടരുന്ന പിണറായി വിജയന്റെ അംഗരക്ഷകൻ അനിൽകുമാർ. ഇവർ രണ്ടുപേരും ചേർന്ന് ആ 2 പേരെ അങ്ങ് കണക്കിന് രക്ഷിച്ചു. ഇത് വിമാനത്തിനകത്ത് പോലും ഒരു മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഭീകരപ്രവർത്തനത്തിന്റെ വഴികൾ കോൺഗ്രസ് സ്വീകരിച്ചില്ലേ? ഇവരിത് പറഞ്ഞിട്ട് ഇങ്ങനെ മര്യാദക്ക് വർത്താനൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന്. നാവൊന്നും ശരിക്കും പോകുന്നില്ല വെള്ളടിച്ചിട്ട്. പിണറായി വിജയനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന ഇ.പി. ജയരാജന്റെ പരാതിയിൽ ഫർസീൻ മജീദും ആർ.കെ. നവീൻ കുമാർ വന്ന് പ്രതികളായി. കെ.എസ്. ശബരിനാഥൻ അടക്കമുള്ളവർ അറസ്റ്റിലുമായി. വിമാനത്തിൽ കേട്ടുകേൾവിയേ ഇല്ലാത്ത സംഭവം. വിമാന കമ്പനി അന്വേഷണം തുടങ്ങി. രക്ഷകനായി തിളങ്ങി ഇ.പി. ജയരാജന് ഇൻഡിഗോ വിമാന കമ്പനി വിലക്കേർപ്പെടുത്തി. കമ്പനി പ്രഖ്യാപിച്ചത് 3 ആഴ്ചത്തെ വിലക്കായിരുന്നു. എങ്കിൽ ഇ.പിയുടെ വിലക്ക് അതുക്കും മേലെയായിരുന്നു. ഞാനോ എൻ്റെ കുടുംബമോ ഇനി ഈ ജന്മത്ത് ഇൻഡിഗോയിൽ കയറില്ല എന്ന് ഒരു ദൃഢപ്രതിജ്ഞ. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട കമ്പനി, അവരിപ്പോൾ പല സ്ഥലത്തും അവരുടെ കമ്പനികളുടെ വിമാന സർവീസ് അപകടത്തിലാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് ആ കമ്പനി ഞാൻ ഉപേക്ഷിക്കുക. മാസങ്ങൾ കഴിഞ്ഞു, ഇ.പി. അനങ്ങിയില്ല. നിർണായക LDF യോഗമടക്കം അന്നത്തെ കൺവീനർ ഈ പേരിൽ അങ്ങ് ബഹിഷ്കരിച്ചു. ഒടുവിൽ സീതാറാം യെച്ചൂരിയുടെ മരണത്തിൽ ഇ.പി. മാനസാന്തരപ്പെട്ടു. ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ്, അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളത് നോക്കിയപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് മാത്രമേ ഫ്ലൈറ്റ് ഉള്ളൂ, രാത്രി 10:30. ഞാൻ അതുവരെ കഴിഞ്ഞ 2 വർഷക്കാലമായി യാത്ര ചെയ്യാതിരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കാര്യങ്ങൾക്ക്, ആ സമരം അന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനിടെ LDF സർക്കാരിന്റെ പോലീസ് യുവാക്കളുടെ പരാതി കേട്ട ഭാവം നടിച്ചതേയില്ല. മുദ്രാവാക്യം വിളിച്ചതിന് ഇ.പിയും അനിൽകുമാറും മർദ്ദിച്ചെന്ന പരാതി അവരങ്ങ് പൂഴ്ത്തി. കേസെടുത്ത് ഫയലിൽ ഉറക്കി. കോടതിയിൽ ആ പരാതിക്ക് കഴമ്പേയില്ല എന്ന നിലപാടെടുത്തു. സർക്കാർ മാറിയെങ്കിലും നീതി സംവിധാനം മാറിയിട്ടില്ല. നീതി തേടി പരാതിക്കാർ വീണ്ടും കോടതിയിലെത്തി. കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇ.പി. ഉണ്ടോ മാറുന്നു? എന്തായിരുന്നു നടന്നതെന്ന് ഇ.പി. ജയരാജൻ ഒരിക്കൽ കൂടി വിശദീകരിക്കും. ഞാനവിടെ തടഞ്ഞു. അത്തരത്തിലൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഭീകരന്മാരുടെ രൂപത്തിൽ വിമാനത്തിൽ കയറി വിമാനത്തിനകത്ത് ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണോത്സുകമായി ഓടി വരുന്നവരെ ഞാൻ അതിൻ്റെ കോറിഡോറിലാണ്, വഴിയിൽ തടഞ്ഞു നിർത്തി അവർക്ക് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ കഴിയും. ആ അക്രമ സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ആദ്യത്തേതാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ആക്രമണം എന്നാണ് ഇ.പി. പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയും ശരിയാണെങ്കിൽ
ഇ പി പറഞ്ഞതും പരമസത്യം.